ഹായ് വെൽക്കം ടു സുമി ടോക്കീസ്. ബാലൻ ദ ബോയ് സീൻ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത വിഷയം. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഒരു പ്രൊമോഷണൽ ക്ലിപ്പിൽ ചിദംബരം പറഞ്ഞ കാര്യമാണ് ഓർമ്മ വന്നത്. അതായത് ട്രെയിലറിൽ പോലും ഒരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അവിടെ തീരും എന്നുള്ളതാണ്. അത്രയും ചെറിയൊരു ത്രെഡാണ് ഒരു സിനിമയാക്കി കൊണ്ടുവന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെയാണ് കേട്ടോ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റായിട്ട് ഫീൽ ചെയ്യുക. കാരണം ഒരു കടുകുമണിയുടെ സൈസ് പോലും ഇല്ല ഈ സിനിമയുടെ ഒരു സ്റ്റോറിക്ക്. അപ്പോൾ അത് ഇത്രയും ഒരു ഫീച്ചർ, ഇത്രയും ലെങ്ത്തുള്ള ഒരു ഫീച്ചർ ഫിലിം ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ശരിക്കും ചിദംബരത്തിൻ്റെ മുന്നിൽ ആദ്യമായിട്ടുണ്ടായിരുന്ന ഒരു ചാലഞ്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ചിദംബരം പോലൊരു ഡയറക്ടറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയാം. അതായത് ഒബിയസ്ലി ആളുടെ USP ആയിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലാണല്ലോ ആൾ അപ്ലൈ ചെയ്യാം. അത് ഈ സിനിമയിൽ വളരെ ഗ്രാൻഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഫസ്റ്റ് ഹൈലൈറ്റ് നമുക്ക് പറയേണ്ടത് അത് തന്നെയാണ്. സെക്കൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷൈജു ഖാലിദിൻ്റെ സിനിമറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഈ സിനിമയിലൊരു ക്യാരക്ടർ പോലെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രില്യൻ ഷോട്ട്സ് ആണ്. ഇടയിലിടയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഷോട്ടുകൾ ഇതിൽ പിക്ക് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു 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 സ്വഭാവമൊക്കെ ആയിട്ട് ഭയങ്കര യോജിച്ചു പോകുന്ന ആ രീതിയിലൊക്കെ നമ്മളെ സിനിമയുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് ഫ്ലോയിൽ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഷോട്ടുകൾ ഈ സിനിമയ്ക്കുണ്ട്. മൂന്നാമത്തെ കാര്യം കൂടി പറയാം, അത് ഒരു വലിയ സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ ആക്ട്രസ്, അത് ചിദംബരത്തിൻ്റെ ഒരു ഗ്രേറ്റ് ഫൈൻഡിങ് ആണ്. ഫർസാന എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെ അഭിനയം, അത് മലയാള സിനിമയ്ക്ക് ഒരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ആക്ട്രസിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൃത്യമായ കൺവിക്ഷനോട് കൂടിയിട്ടാണ് ഫർസാന ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനെ പിന്നെ പോർട്രേ ചെയ്തിട്ടുള്ളത്. നല്ല ഇമ്പ്രസീവാണ്. അതുപോലെ തന്നെ പറയേണ്ട ഒരാളാണ് ആദിശേഷൻ എന്ന് പറഞ്ഞ കുട്ടി, ഈ ബാലൻ എന്ന് പറഞ്ഞ കുട്ടി. അപ്പോൾ നല്ല, അതായത് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി, ഇതുപോലൊരു സാഹചര്യത്തിൽ പുറത്തിറങ്ങി വരുന്ന രണ്ട് ആളുകൾ സൊസൈറ്റിയിൽ, അമ്മയും മകനും, അവരെങ്ങനെയായിരിക്കും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുക, ആ സൊസൈറ്റീനെ അവരെങ്ങനെയാണ് ചലഞ്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഓരോ ഫ്രെയിമിലും പുതിയ പുതിയ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് വളരെ ക്ലെവറായിട്ട് നമ്മളുടെ ജീവിതത്തെ നോക്കിക്കാണുകയും അതിനെ ചാലഞ്ച് ചെയ്യുകയും അതിൻ്റെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവർ. അപ്പോൾ അവരുടെ ആ ഒരു കെമിസ്ട്രി സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ അവർ തന്നെ ഉണ്ടാക്കുന്ന കഥകളിലെ ഏറ്റവും ബ്രില്യൻ്റായ ക്യാരക്ടേഴ്സായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പെർഫോം ചെയ്യുന്നതിൽ അവരുടെ ഒരു മിടുക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളെ നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ നല്ല ഇമ്പ്രഷനോട് കൂടിയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഷോട്ടുകളാണ്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു കാര്യം. ആ ഒരു ഏരിയ സിനിമയിൽ സേഫാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഈ അമ്മച്ചിയുടെ കഥാപാത്രം, ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ഒരു റിഫ്രഷിങ് ഒരു ആസ്പെക്റ്റാണ്. സാധാരണ നമ്മൾ കാണുന്ന ട്രഡീഷണൽ മോഡ്സിൽ നിന്ന് ആ സീനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇത്തരം ഷോട്ടുകളിലൊക്കെ ചിദംബരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആളുകൾ പറഞ്ഞു അതായത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു എഡ്ജിലാണ് ഈ സിനിമ കൊണ്ട് നമ്മളെ നിർത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല പേഴ്സണലി. ഞാൻ ആ ഒരു ഷോട്ടൊക്കെ ആയപ്പോഴേക്കേ സിനിമയുടെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ നമ്മളുടെ കടുകുമണി സൈസിലുള്ള നമ്മുടെ സ്റ്റോറി ലൈൻ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവിടെ തൊട്ട് ചിദംബരത്തിന് കൺഫ്യൂഷൻ തുടങ്ങി. ഇനി ഉണ്ടാക്കിയെടുക്കണം സിനിമ, ഇനി അങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ക്യാരക്ടേഴ്സിനെ കണക്ട് ചെയ്ത് ഇതങ്ങ് ലെങ്ത്തിൽ കൊണ്ടുവന്നു. ആ ഒരു പ്രശ്നം സെക്കൻഡ് ഹാഫിൽ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. അതിനിടയിൽ നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയാൻ മറന്നുപോയി. മറന്നല്ല, ഇപ്പോൾ വേണമെങ്കിലും പറയാം. അപ്പോൾ അത് ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വല്ലാതെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ചില ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ, ഒന്ന് രണ്ട് പാട്ട്, അതൊക്കെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം സിനിമയിൽ. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്ന നമ്മുടെ സിനിമയുടെ പ്രശ്നം, ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹീറോനെ നമുക്ക് അവതരിപ്പിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമ ഒട്ടും ഇമ്പ്രസീവ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ അബ്ബാസ്, നമ്മളെ ടൊവിനോ. ക്യാമിയോ ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇനി നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ടൊവിനോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സ്പേസിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിനാലിറ്റി കുറവ് ടൊവിനോയ്ക്ക് ഉണ്ട്. അപ്പോൾ ടൊവിനോ അത് ഇപ്പോൾ കുടവയർ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ടൊവിനോയ്ക്ക് കുടവയർ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂസിൽ വരേണ്ട ഒരു സംഭവമാണല്ലേ.
അപ്പോൾ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അബ്ബാസ് ഇടയ്ക്കിടയ്ക്ക് ഈ കുടവേറ് സിനിമയിൽ ഫ്ലോണ്ട് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണല്ലോ. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടറിനെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വേറൊരു ലാൻഡ്സ്കേപ്പ്, വേറെ ആളുകൾ, ട്രേഡ്സ്, അങ്ങനെ സിനിമ ഈ മെയിൻ പ്ലോട്ടിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അത്ര വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെ മെയിൻ പ്ലോട്ടിനെ കണക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിനു വേണ്ടിയും കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിലാണ്. അതൊട്ടും ഓർഗാനിക് അല്ല, അത് ഒട്ടും ഒരുപാട് ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഫീൽ ചെയ്യും നമുക്ക്. ഒരു നിലയ്ക്കും അത് ഇതൊക്കെയാണോ ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നൊരു സംഭവം സിനിമ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ സർവൈവൽ ത്രില്ലർ എന്നൊക്കെ പറയുന്നത് ബാലനെ കുറിച്ച് പറയുന്നതോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഇറ്റ്സ് എ സർവൈവൽ സ്റ്റോറി, ത്രില്ലർ അല്ല. ത്രില്ലർ ആണെങ്കിൽ നമുക്കറിയാലോ, അങ്ങനെ വട്ടം കറങ്ങുന്ന പോലത്തെ ആൾക്കാർ വരണം, അല്ലെ എത്ര ട്രോമ ഉണ്ടാക്കണം, അത്ര ചേസ് ചെയ്യണം. ഇവര് ഇതുപോലത്തെ ഒരു ക്ലെവർ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സിനെ കുടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവണം, അതൊന്നും ഇല്ല. അപ്പൊ ഈ വന്ന സംഭവം എന്നൊക്കെ പറയുന്നത് അതിപ്പോ അങ്ങനെ ഡീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതല്ല അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലാതെയൊക്കെ അതിനെ ഡീൽ ചെയ്യാനുള്ള ക്ലെവർ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒന്ന് പാളിപ്പോയി സിനിമ. എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് നിന്റെ മിസ്റ്ററിയൊക്കെ കുറച്ച് മിസ്റ്ററി അൺട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എന്താണ് സിനിമ അങ്ങ് വീക്കായി എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ആ ഒരു ഫർസാനയുടെ ക്യാരക്ടറൊക്കെ വീക്കസ്റ്റ് ആക്കി സിനിമ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്യാരക്ടറിനെ സിനിമ തന്നെ കൊല്ലുന്നൊരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അങ്ങനെയല്ലായിരുന്നു അതിൻ്റെ ഒരു പവർ. ആ ഒരു ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത്തരം ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന അവസ്ഥ വരുന്ന ഒരു ഷോട്ടുകളിലെ ഇത്ര വീക്കാക്കേണ്ടിയിരുന്നില്ല. അത് സിനിമയെ നന്നായിട്ട് ബാധിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതൊരു സുഖമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ സംഭവിച്ച ഈ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കൊരു പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് പോലീസുകാരെ കാണിക്കുന്ന ഷോട്ടുകളുണ്ട്, അതൊക്കെ കൊള്ളാം. ആ പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന കൊള്ളാം. അതിലാണ് നമ്മുടെ ജീൻ പോൾ ലാലിൻ്റെ പവിത്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്. ആ ക്യാരക്ടറിൻ്റെ കാര്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ട് പോലും മനസ്സിലായില്ല മൂപ്പര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളും ഇതിലൊരു സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലോജിക്കൽ ലൂപ്പ് ഹോൾ എന്നൊക്കെ പറഞ്ഞ് എന്താണല്ലേ ഒരു ഗ്രൗണ്ടും ഇല്ലാത്തൊരു കാര്യം. ഇങ്ങനെ അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതാ പറഞ്ഞത്, സിനിമ സ്ട്രഗിൾ ചെയ്യാണ്. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഭയങ്കര സ്ട്രഗിൾ. പിന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട കാര്യം പറയണ്ടല്ലോ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഷീക്കണായി. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഷോട്ടിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഒരു സിനിമാറ്റിക് ലിബേർട്ടി എടുത്തുകൊണ്ട് ഫാൻറ്റസി ഷോട്ട് പോലെ അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമേ സ്കോപ്പുള്ളൂ. പക്ഷെ അതിനൊരു പഞ്ച് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്തോ അറിയില്ല. ആ ഒരു ഓക്കെ മദർ സൺ അതൊക്കെ ഓക്കെയാണ്, റിലേഷൻഷിപ്പ് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു ഇമ്പാക്റ്റ് വേണ്ടേ, അത് ഉണ്ടായില്ല ആ ഷോട്ടിന്. അതുകൊണ്ട് ഞാൻ അവിടെയും ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ മൊത്തം വേറൊരു ലെവലിലാണ് സിനിമ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓക്കെ അത്യാവശ്യം നല്ല ഷോട്ടുകളും ഇങ്ങനൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉള്ള ഒരു ചിദംബരം സിനിമ എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അല്ലാതെ സീൻ മാറ്റിയൊന്നും എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, സിനിമ കണ്ടവരൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.